ഇപ്പോൾ ഹാരിസ് ഡോക്ടർ ഉന്നയിച്ച വിഷയത്തിൽ ഒരു എൻക്വയറി തുടങ്ങിയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹത്തിനോട് അതിലൊരു വിശദീകരണം ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ആ വിശദീകരണം നൽകാനായിട്ട് അദ്ദേഹം ഒരു സാവകാശം ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനെ തുടർന്ന് സാർ ഒരു 4 ദിവസത്തോളം ലീവ് അപ്ലൈ ചെയ്തിട്ടാണ് സാർ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ HOD റൂമിൽ ഒരു സെർച്ച് നടത്തുകയും ആ സെർച്ചിന് ശേഷം HOD റൂം വേറൊരു പൂട്ടുകയും ചെയ്ത സംഭവം എല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് KGM-CTM ഇതിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് പിറ്റേന്നൊരു പ്രസ് മീറ്റ് ഇന്നലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അത് വളരെ അധികം ഞങ്ങളുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു. അതിൽ അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ സംസാരിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു എൻക്വയറി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സെർച്ച് നടത്തുമ്പോൾ ഒരു ഉപകരണം അവിടെ ഉണ്ടോ എന്നുള്ളപ്പോൾ അവിടുത്തെ HODയുടെ പ്രസൻസിലാണ് എപ്പോഴും നടത്തേണ്ടത്. അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണ് ഇങ്ങനെ ഒരു സെർച്ചോ കാര്യങ്ങളോ നടത്തേണ്ടത്. ഇപ്പോൾ ഈ പെട്ടിയിലെ തന്നെ വിഷയം മാധ്യമങ്ങൾ തന്നെ ഇടപെട്ട് അന്വേഷിച്ച് അതിൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തോട് അന്വേഷിച്ചാൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അതിനെ ഇത്രയധികം വലുതാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഒരു ഫർദർ എൻക്വയറിയുടെ ആവശ്യമുണ്ടെന്ന് തന്നെ സംഘടന കരുതുന്നില്ല. കാരണം ഇതിപ്പോൾ എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ ഉപകരണം അവിടെ ഉണ്ടോ, ആ പെട്ടിയിൽ കണ്ടത് എന്താണ്, ഇതെല്ലാം ഇപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് മാധ്യമങ്ങളോട് ഒരു നന്ദി പറയട്ടെ. ഇതിൽ KGM-CTA ഇന്നലെ അതിനെ തുടർന്നൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് ലോക്കൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നലെ കൂടുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളുടെ തീരുമാനം ഇതാണ്: ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്, വിശദീകരണം നൽകും. ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതല്ലാതെ അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും നീക്കങ്ങളുണ്ടായാൽ സംഘടന ഏത് വിധേനയും അത് ചെറുക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ ഉള്ള വിഷയത്തെക്കുറിച്ച് ഹാരിസ് സാറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കണ്ടു, മാഡത്തിനോട് സംസാരിച്ചു. അപ്പോൾ KGM-CTയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് സാറിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻക്വയറി റിപ്പോർട്ട് ലഭിച്ചാലുടൻ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നിട്ടുണ്ട്. ഡയറക്ടറും അതുപോലെ തന്നെ ഡയറക്ടറുടെ ചാർജുള്ള ജോയിൻറ്റ് ഡയറക്ടറും അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തുടർക്കഥയായി മാറാതെ മെഡിക്കൽ കോളേജുകളിൽ ഉള്ള പ്രശ്നങ്ങളിൽ ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടലാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ പർച്ചേസ്, മെയിൻ്റനൻസ്, അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുക, ഇതൊക്കെ ഉള്ളതിന് പർച്ചേസിനായിട്ടായാലും ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് സ്റ്റോർ, പർച്ചേസ് വിഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും ബയോമെഡിക്കൽ വിഭാഗമുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും ഈ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ട് ഇതൊക്കെ ശരിയാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് മുഴുവൻ ഒരു HODയുടെ തലയിലേക്ക് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള, അതായത് HOD ആയിട്ട് ആരാണോ ഫങ്ഷൻ ചെയ്യുന്നത്, ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ HODമാർ മാറി മാറി വരും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയും എപ്പോഴാണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത് അതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താലേ പറ്റൂ. അല്ലാതെ ഇത് വീണ്ടും ഡോക്ടർമാരുടെ തലയിലേക്ക് ഇടുന്നത് ഒഴിവാക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും മെഡിക്കൽ കോളേജും അതെ അല്ല, ഓൾറെഡി പർച്ചേസ് വിഭാഗമുണ്ട്, സ്റ്റോർ വിഭാഗമുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അവർ ഏറ്റെടുത്ത് ചെയ്യുക. അല്ലാതെ എല്ലാത്തിനും HOD പോയി അവിടെ ക്യൂ നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു രീതി അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു മെഷീൻ വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ് ചെയ്യേണ്ടത് അവരാണ് സമയബന്ധിതമായിട്ട്. അത് അവർ ചെയ്തോളുക. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയും ചെയ്യാൻ പറ്റും.
ബാക്കി എല്ലാ വിഭാഗങ്ങളും അതുപോലെയാണ്. ബയോമെഡിക്കൽ വിഭാഗം ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് നടന്നു, അതിൻ്റെ അടുത്ത മെയിൻ്റനൻസ് എന്നാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അവർക്ക് അറിയാം. അപ്പോൾ അതിന് മുന്നേ തന്നെ അവർക്ക് HOD റിമൈൻഡ് ചെയ്യാനും പറ്റും, ഈ കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കണം, അപ്പോൾ അതിനൊരു വർക്ക് ഷീറ്റ് തയ്യാറാക്കാം. ഇതൊക്കെ വളരെ എളുപ്പം. കാരണം ഇന്ന് എല്ലാം ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ രീതിയിലോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരു സിസ്റ്റം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം ഒരു വർക്ക് സ്റ്റഡി നടത്തണം. മെഡിക്കൽ കോളേജുകളിലെ സാഹചര്യം എന്താണ്, സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉൾപ്പെടെ ഉള്ളതിൻ്റെ ഒരു വർക്ക് സ്റ്റഡി നടത്തുക. അത് ഗവൺമെൻറ് ഏജൻസീസ് തന്നെ, PNARD പോലെയുള്ള ഗവൺമെൻറ് ഏജൻസീസ് തന്നെ ഏറ്റെടുത്ത് ഒരു വർക്ക് സ്റ്റഡി നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ശരിക്കും ക്രിയാത്മകമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഏറ്റവും പ്രധാനമായി ഇന്നലെ ഈ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ഒരു കാര്യം, ഈ ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് മറ്റൊരാൾ കടന്നു ചെല്ലുന്നു, അതിന്റെ താക്കോല് വേറൊരാളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് കടന്നു ചെയ്തത്. അങ്ങനെയാണ് ഈ ബോക്സും പുതിയ ഈ 2-ാം തീയതി പർച്ചേസ് ചെയ്ത ഉപകരണത്തിന്റെ ബില്ലും ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നത്. അങ്ങനെ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഹാരിസ് പറയുന്നത് അങ്ങനെയല്ല, എല്ലാവർക്കും അല്ല, അങ്ങനെയല്ല. ഒരു HOD റൂം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, പേപ്പേഴ്സ്, രേഖകളെല്ലാം കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നാച്ചുറലി ഒരു HOD ലീവിൽ പോകുമ്പോൾ അത് വേറൊരാളെ ഏൽപ്പിക്കും. ആ ഓഫീസിലും അത് ഏൽപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവും.